ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് 6th ചാപ്റ്റർ ജനങ്ങൾ ജനങ്ങളാൽ. ചൂടേറിയ വികസന ചർച്ച. നവ്യാനുഭവമായി വിദ്യാർത്ഥി സൗഹൃദ പാർലമെന്റ്. മഞ്ചാടിമല പഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളെ അംഗങ്ങളാക്കി സംഘടിപ്പിച്ച വിദ്യാർത്ഥി സൗഹൃദ പാർലമെന്റ് ശ്രദ്ധേയമായി. നടപ്പാതകൾ പണിയുക, ഓടകൾക്ക് മൂടി നിർമ്മിക്കുക, തെരുവുനായ ശല്യം നിയന്ത്രിക്കുക, വഴിവിളക്ക് സ്ഥാപിക്കുക, മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ ആവിഷ്കരിക്കുക, പാർക്കുകൾ സ്ഥാപിക്കുക എന്നിങ്ങനെ നിരവധി ആവശ്യങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കപ്പെട്ടു. പഞ്ചായത്ത് പ്രസിഡന്റ് യോഗം ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥി സൗഹൃദ പാർലമെന്റ് മുന്നോട്ട് വച്ച ആവശ്യങ്ങൾ അടുത്ത ഭരണസമിതി യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് പ്രസിഡന്റ് ഉറപ്പു നൽകി. ഒരു പ്രദേശത്തെ ഗ്രാമസഭയിലെ വാർഡുസഭയിലെ ഉയർന്നു വന്ന ചർച്ചകളുടെ ഒരു തീരുമാനങ്ങളുടെ കുറച്ച് പോസ്റ്ററുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ നേരിട്ട് പങ്കാളിത്തം ലഭിക്കുന്നു. ഇപ്രകാരം ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനത്തെ ജനാധിപത്യം എന്നറിയപ്പെടുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളായ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയവയും നഗരപ്രദേശങ്ങളിലെ ഭരണസ്ഥാപനങ്ങളായ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവയും ഉൾക്കൊള്ളുന്നവയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഇനി 2 കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് എബ്രഹാം ലിങ്കൻ്റെയാണ്. എബ്രഹാം ലിങ്കൺ പറയുന്നത് ജനങ്ങൾക്കു വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. എബ്രഹാം ലിങ്കൺ. ഇനി ഗാന്ധി പറയുന്നത് ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അതിനു കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നതാണ്. ഇങ്ങനെ 2 കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. പുരാതന ഗ്രീസിലെ ഏഥൻസിലാണ് ജനാധിപത്യം ഉടലെടുത്തത്. പുരാതന ഗ്രീസിലെ ഏഥൻസിലാണ് ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം ഉദയം ചെയ്തത്. പൊതുകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചിരുന്നുവെങ്കിലും ജനാധിപത്യം എന്ന ആശയം സംഭാവന ചെയ്യുന്നതിൽ ഏഥൻസ് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. പുരാതന ഗ്രീസിലാണ് ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം ഉടലെടുത്തത്. പൊതുകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിലെ എല്ലാ വിഭാഗങ്ങളെയും ജനങ്ങളെയും പങ്കെടുപ്പിച്ചിരുന്നു. ജനാധിപത്യം എന്ന ആശയം സംഭാവന ചെയ്യുന്നതിൽ ഏഥൻസ് ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇന്ന് നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ഭാഗമായ ഇംഗ്ലണ്ടിൽ നിന്നാണ്. തെരഞ്ഞെടുപ്പ്, തെരഞ്ഞെടുപ്പ്, ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെന്റ് എന്നീ സംവിധാനങ്ങൾ രൂപം കൊണ്ടത് ഇംഗ്ലണ്ടിലാണ്. പുരാതന ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസാണ് ഡെമോക്രസി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ഡെമോസ് ജനങ്ങൾ, ക്രാറ്റോസ് അധികാരം എന്നീ ഗ്രീക്കു പദങ്ങൾ ചേർന്നാണ് ഡെമോക്രസി ജനങ്ങളുടെ അധികാരം എന്ന വാക്ക് രൂപപ്പെട്ടത്. ജനാധിപത്യം 2 തരത്തിലുണ്ട്. എന്താണ് ഗ്രാമസഭകൾ? ഒരു പ്രദേശത്തിൻ്റെ ഭരണ വികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദികളാണ്
ഗ്രാമസഭകൾ. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേരു ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിൽ അംഗങ്ങളാണ്. നഗരങ്ങളിൽ ഇവ വാർഡ് സഭകൾ എന്നും അറിയപ്പെടുന്നു. ഇനി പങ്കാളിത്ത ജനാധിപത്യം, പ്രത്യക്ഷ ജനാധിപത്യം. ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന ഭരണവ്യവസ്ഥയാണ് പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം. താരതമ്യേന ജനസംഖ്യയും ഭൂവിസ്തൃതിയും കുറഞ്ഞ പ്രദേശങ്ങളിലാണ് പ്രത്യക്ഷ ജനാധിപത്യം സാധ്യമാകുന്നത്. കേരള നിയമസഭ. കേരള സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണ സഭയാണ് കേരള നിയമസഭ. തിരുവനന്തപുരമാണ് നിയമസഭയുടെ ആസ്ഥാനം. 1888 സ്ഥാപിച്ച തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ 1904 സ്ഥാപിതമായ ശ്രീമൂലം പ്രജാസഭ 1949 തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ എന്നിവ കേരള നിയമസഭയുടെ വഴികാട്ടികളാണ്. കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം 1957 ഏപ്രിൽ 27 ഏപ്രിൽ 27 എല്ലാ വർഷവും ഏപ്രിൽ 27 നിയമസഭാ ദിനമായി ആചരിച്ചു വരുന്നുണ്ട്. ഇനി എന്താണ് പരോക്ഷ ജനാധിപത്യം? എന്താണ് പ്രാതിനിധ്യ ജനാധിപത്യം? ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്കു വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതിയാണ് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം. ഇന്ത്യയെപ്പോലെ ജനസംഖ്യയും ഭൂവിസ്തൃതിയും കൂടിയ രാജ്യങ്ങളിൽ പ്രാതിനിധ്യ ജനാധിപത്യമാണ് പ്രായോഗികമായിട്ടുള്ളത്. ഇനി ജനാധിപത്യത്തിൻ്റെ സവിശേഷതകൾ. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമമായ അധികാരം. സ്വതന്ത്രവും നീതിപൂർവകവുമായ തെരഞ്ഞെടുപ്പാണ് ജനാധിപത്യത്തിലുള്ളത്. ഗവൺമെൻറ്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷം ജനാധിപത്യത്തിൻ്റെ സവിശേഷതയാണ്. നിയമത്തിനു മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ചയാണ് ജനാധിപത്യത്തിലുള്ളത്. ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ ജനാധിപത്യത്തിൻ്റെ സവിശേഷതയാണ്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ ജനാധിപത്യത്തിൻ്റെ സവിശേഷതയാണ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. യാതൊരു വിവേചനങ്ങളുമില്ലാതെ നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശത്തെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നു. 1989 വരെ ഇന്ത്യയിലെ വോട്ടവകാശത്തിനുള്ള പ്രായം 21 വയസ്സായിരുന്നു. ഇപ്പോൾ അത് 18 വയസ്സാണ്. ഇനി തെരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ വരുന്നതാണ് ഫസ്റ്റ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കുക, തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക, പത്രികയുടെ സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുക, തെരഞ്ഞെടുപ്പ് പ്രചരണം, വോട്ടെടുപ്പ്, വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. ഇനി തെരഞ്ഞെടുപ്പിന് കുറച്ച് ധർമ്മങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ ധർമ്മങ്ങളാണ്: ഗവൺമെൻറ്റുകൾ രൂപീകരിക്കുക, എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുക, ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുക, ജനാധിപത്യം ശക്തിപ്പെടുത്തുക, വോട്ടർമാരെ ബോധവൽക്കരിക്കുക. എന്താണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ?
രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്ക്, പാർലമെന്റ്, സംസ്ഥാന നിയമസഭ എന്നിവിടങ്ങളിലേക്ക് സ്വതന്ത്രവും നീതിപൂർവകവുമായ തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല. 3 അംഗങ്ങളുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ എല്ലാവരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇനി ജനാധിപത്യം വിദ്യാലയത്തിൽ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ജനാധിപത്യം പൊതു ഇടങ്ങളിൽ, അതൊക്കെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ. പിന്നെ ഭരണാധികാരികളെ തെരഞ്ഞെടുക്കുന്നതിനപ്പുറം ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ജനാധിപത്യം പുലർത്തേണ്ടതുണ്ട്. ആഹാരം, വസ്ത്രം, തൊഴിൽ എന്നിവ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യവും അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ കഴിയുന്ന സാഹചര്യവും ജനാധിപത്യ സമൂഹത്തിൻ്റെ സവിശേഷതകളാണ്. കൂടാതെ തുല്യ പദവി, തുല്യ അവസരം, വിഭവങ്ങൾക്ക് മേലുള്ള തുല്യമായ അവകാശം എന്നീ സാഹചര്യങ്ങൾ കൂടി അനുഭവവേദ്യമാകുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണമാകുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഈ ചാപ്റ്റർ അവസാനിക്കുന്നത്. ജനാധിപത്യം പൊതു ഇടങ്ങളിൽ എന്നൊരു ഭാഗത്ത് പറയുന്നത് പൊതു ഇടങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക, മറ്റുള്ളവരുടെ താൽപ്പര്യങ്ങളെ മാനിക്കുക, പൊതു നിയമങ്ങൾ അനുസരിക്കുക എന്നിവയെല്ലാം ജനാധിപത്യ ജീവിതക്രമത്തിന് അനിവാര്യമാണ്. കുട്ടികളുടെ അഭിപ്രായങ്ങളും താൽപ്പര്യങ്ങളും പരിഗണിക്കുന്നതിനോടൊപ്പം അവർക്ക് അവസര സമത്വവും തുല്യതയും ഉറപ്പുവരുത്തുമ്പോഴാണ് വിദ്യാലയങ്ങളിൽ ജനാധിപത്യം ഉറപ്പാക്കപ്പെടുന്നത്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഉള്ളത്. പിന്നെ കുടുംബങ്ങളിലെ ജനാധിപത്യം എന്ന് പറയുന്നത് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ച് തീരുമാനമെടുക്കുമ്പോഴാണ് ജനാധിപത്യം കുടുംബങ്ങളിൽ പ്രായോഗികമാക്കുന്നത്. കൂടുതൽ SCERT വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. താങ്ക്